ചോദ്യം: ലൈലത്തുൽ ഖദ്ർ ഉള്ള രാത്രി മഗ്രിബ് മുതൽക്കാണോ തുടങ്ങുക? ആ രാത്രിയുടെ പുണ്യം ലഭിക്കണമെങ്കിൽ മിനിമം എത്ര സമയം ഇബാദത്തിലായി കഴിയണം? മറുപടി: ലൈലത്ത് എന്നാൽ രാത്രിയാണ്. ഇസ്ലാമിക ദൃഷ്ട്യാ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു സൂര്യാസ്തമയം മുതൽ അടുത്ത സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയം വരെയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ പറഞ്ഞാൽ റമദാനിൽ അല്ലാഹു തആല സവിശേഷമായ വലിയ ഓഫറുകൾ നൽകുന്ന ഏതോ ഒരു രാത്രിയുണ്ട്. ഏറ്റവും പ്രബലം അത് 27-ാം രാവിനാണ് എന്നാണ്. അപ്പോൾ 27-ാം രാവിൻ്റെ അന്ന് മഗ്രിബ് ബാങ്ക് കൊടുത്തത് മുതൽ അടുത്ത സുബൈ വരെ 27-ാം രാവാണ്. അതിൻ്റെ ഏത് വേളയിൽ എന്ത് ചെയ്താലും അതിനൊക്കെ വലിയ ശ്രേഷ്ഠതകളാണ്. എന്നാലും ആ രാത്രിയെ നാം ഹയാത്താക്കി സജീവമാക്കി എന്നൊക്കെ പറയണമെങ്കിൽ മഗ്രിബും ഇശാവും തറാവിയും ഒക്കെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ രാത്രിയെ സജീവമാക്കി എന്ന് പറയാം. അപ്പോൾ മഗ്രിബും ജമാഅത്താക്കുക, ഇശാവും ജമാഅത്തായി നിസ്കരിക്കുക, തറാവിയോ വിത്റും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുക. ഉറങ്ങി എന്ന് കരുതിയിട്ട് കേടൊന്നുമില്ല. തീരെ ഉറങ്ങാതെ ഹയാത്താക്കുക എന്നൊരു നിബന്ധനയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ശരീരത്തെ ഇടങ്ങാറാക്കൊന്നും വേണ്ട. ഈ ചൂടത്ത് തീരെ ഉറങ്ങാതെ ഉറക്കൊഴിച്ച് ബുദ്ധിമുട്ടണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി നിർവഹിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ പോലെയുള്ള ദുആകളൊക്കെ ദുആർന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, ഇസ്തിഗ്ഫാർ തേടുക, ഇതൊക്കെ തന്നെ. എന്നിട്ട് കടന്നുറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റേതായ സവിശേഷമായ ഗുണങ്ങളൊക്കെ അവന് ലഭിക്കും.